ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഓണൊക്കെ അല്ലേ, അപ്പം ഇതിവിടെ കിടക്കട്ടെ. അത്തപ്പൂക്കൾ ഇടാനുള്ളതുകൊണ്ട് നേരത്തെ നീക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. സത്യം പറഞ്ഞ വീട്ടിലധികം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷെ എന്താ അറിയില്ല, ഭയങ്കര തിരക്കാണ്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതുട്ടിന് ചെക്കപ്പിന് പോയപ്പോ ഡോക്ടർ പറഞ്ഞു പറ്റുന്ന ദിവസങ്ങളിലൊക്കെ രാവിലെയും വൈകുന്നേരം ഷർട്ട് ഒരു മുറ്റത്തു കൂടെ ഒന്ന് നടത്താൻ. റുബോണായിരിക്കുമ്പോൾ ഇവന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, ചെറിയ അളവിലുള്ളൂ കേട്ടോ. ഇപ്പൊ അത് സഫിഷ്യന്റ് ആയി. എന്നാലും ഉണ്ണിയോക്ക് ഇങ്ങനെ രാവിലെ ഇളം വെയിൽ കൊള്ളണം നല്ലതാണ്. ഏതായാലും പൂവിടാൻ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ അവനെയും കൂടി കൂടെ ഇറക്കി. ഇങ്ങനെ അത്തപ്പൂക്കൾ ഇടാൻ കൂടണതൊക്കെ അവൻ ഓർമ്മയിലില്ലെങ്കിലും ഇതൊക്കെ നല്ല രസമുള്ള ഒരു കാര്യങ്ങളല്ലേ. ഇന്ത്യയൊക്കെ കുട്ടിക്കാലത്ത് മെയിൻ ആയിട്ട് പൂവിട അച്ഛമ്മയായിരുന്നു. അച്ഛമ്മയ്ക്ക് അസിസ്റ്റൻസ് ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അന്നൊക്കെ ഈ ഓണസമയമായി നേരത്തെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം രാവിലെ നിൽക്കുമ്പോൾ തന്നെ മൈൻഡിൽ ഫുള്ള് പൂവിടണ്ടേ എന്നുള്ള ആലോചനയാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ടിപ്പിക്കൽ തറവാട് വീട്ടിലായിരുന്നു ജനിച്ചിട്ടും വളർന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ പഴയ രീതിയിലായിരുന്നു. ചുരുക്കി പറഞ്ഞ വീട്, കുളം, പാടം, പറമ്പ് ഇതായിരുന്നു ഞങ്ങളുടെ ലോകം. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അന്നത്തെ വലിയ വലിയ സന്തോഷങ്ങളായിരുന്നു. അച്ഛമ്മയുടെ കൂടെ കൂടിയിട്ട് പൂക്കളിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതൊന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ കാണുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയായിരുന്നു. അപ്പൊ മുറ്റത്തുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും അമ്മ ചായ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ എഴുതൂട്ടിനുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യം കൊടുക്കാൻ വിചാരിച്ചു. ഇപ്പൊ അവന് കൊടുത്തു തുടങ്ങിയാലുള്ള ഉച്ചന് മുന്നെങ്കിൽ എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുള്ളൂ. എന്റെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഏട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 24 മണിക്കൂറും അവന്റെ പിന്നാലെ നടക്കലാണ് പണി. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് സന്തോഷമൊക്കെ എഴുതൂട്ടിൽ നന്നായിട്ട് കാണുന്നുണ്ട്. അത് മാത്രല്ല, ഏട്ടൻ വണ്ടി എടുത്ത് ഇപ്പൊ എപ്പോഴും പുറത്തു പോവുമല്ലോ. അപ്പൊ കൂടെ പോവാൾ അവന്റെ ഷോപ്പിങ്ങും അതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഏട്ടനും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു കുട്ടി ഉണ്ടാവുകയാണെന്ന്. അപ്പൊ അതിന്റെ എല്ലാ കൊഞ്ചിക്കലും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ട്. പണ്ടൊക്കെ എൻ്റെ മനസ്സിൽ ഓണസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണക്കൊടി, ഓണസദ്യ, വെക്കേഷൻ ആവുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഓരോ കൊല്ലം കഴിയുന്നതോറും ഓരോരോ മാറ്റങ്ങളാണ് വരുന്നത്. കല്യാണം കഴിയുന്നതിന് മുന്നേ ആണെങ്കിൽ അമ്മേന്റെ ഹെൽപ്പർ ആയിട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഭർത്താവിന്റെ വീട്ടിലത്തെ ഏകദേശം മെയിൻ റോളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നു. അറിഞ്ഞിട്ടൊന്നല്ല, അങ്ങനെ പഠിക്കന്നെ. ഇപ്പൊ കുട്ടിയായപ്പോ വീണ്ടും മാറ്റം വന്നു. ആരൊക്കെയോ പറയണ കേൾക്കാറുണ്ട് സ്ത്രീകൾക്ക് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണെന്ന്. അത് ശരിക്കും കഴിവ് കൂടിയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നാറില്ല. സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങോട്ട് ആയി പോണതാണെന്നാണ് എനിക്ക് തോന്നാറ്. കാരണം ഞാനൊരു അമ്മയായപ്പോൾ എനിക്ക് വന്ന കുറെ മാറ്റങ്ങൾ ഉണ്ടല്ലോ. എല്ലാ അമ്മമാരെ പോലെ തന്നെ നമ്മുടെ ഉറക്കം, സ്ട്രെസ്, സാധാരണത്തെക്കാൾ കൂടുതൽ കുറെ എഫേർട്ട് എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, പണ്ടത്തെ പോലെ പല കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ചില സമയത്തൊക്കെ എനിക്ക് ഇന്നെ തന്നെ പ്രൗഡായിട്ട് തോന്നും. ഞാൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട്. അപ്പോഴോ നമ്മുടെ അമ്മ എടുത്തിരുന്ന എഫേർട്ടുകൾ നമ്മൾ ആലോചിക്കുക. ഇപ്പം എടുക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി എഫേർട്ടിന്റെ അമ്മ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതൊക്കെ അമ്മയ്ക്ക് സാധിച്ചിരുന്നു എന്ന് ഞാനിപ്പോൾ ആലോചിക്കും. കാരണം ഇന്റെ പോലെ ഇത്ര അനുകൂല സാഹചര്യങ്ങളായിരുന്നില്ല അന്നത്തെ അമ്മേന്റെ ജീവിതത്തിൽ. വീട്ടുകാര്യങ്ങളാണെങ്കിലും അടുക്കള കാര്യങ്ങളാണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് മാനേജ് ചെയ്ത് പോയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറ് സ്ത്രീകൾക്ക് കഴിവ് കൂടുതലുള്ളതുകൊണ്ടല്ല, സാഹചര്യങ്ങൾ അവരത്രയും സ്കില്ലഡ് ആയ ആളുകളാക്കി തീർക്കുകയാണെന്ന്. അതിൽ എനിക്ക് തന്നെ തോന്നിയൊരു എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ, പണ്ട് 2 കൈ കൊണ്ട് നമ്മൾ ലാവിഷായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നല്ലോ. ഇപ്പൊ ഞാൻ ആ കാര്യങ്ങളൊക്കെ മാക്സിമം ഒറ്റ കൈ കൊണ്ട് തന്നെ ചെയ്യും. അതായത് എന്റെ 2 കൈയും 2 രീതിയിൽ തന്നെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെന്ന് സാരം. കുട്ടി വന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇന്നെപ്പോലെ ഇങ്ങനത്തെ ഓരോ തോന്നലുകൾ ആർക്കെങ്കിലും വരാറുണ്ടോ? ഇന്ന് അമ്മയും അച്ഛനും ഏട്ടനൊക്കെ ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ചെറിയൊരു ഡ്യൂട്ടി അമ്മയ്ക്ക് തന്നിട്ടാ പോയത്. ഏതുട്ടിന് ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നു. കാര്യമായിട്ടൊന്നുമില്ല, ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ തന്ന ടാസ്ക്. അപ്പൊ അതങ്ങോട്ട് ഉഷാറാക്കി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള എന്റെ കുട്ടി കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.